മാസപ്പടിക്ക് കിട്ടിയ സേവനം എന്താണ്, നൽകിയ സേവനം എന്താണ് എന്ന് ഇതിനപ്പുറം ഒരു ലേമാനോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കോ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കഴിയില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ്. ഇതിനപ്പുറം ഒരു എവിഡൻസ് നമ്മളെ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെ നമ്മളോടൊപ്പം ഇല്ല. എല്ലാ നിലയ്ക്കും എല്ലാ രേഖകളും സപ്രസ് ചെയ്യാനും ഒളിക്കാനും മറക്കാനും നിൽക്കുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ ഇതിനപ്പുറം ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യം തുറന്നു കാണിക്കാൻ കഴിയില്ല. വീണ വിജയന് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL കമ്പനിക്ക് ചെയ്തു നൽകിയിട്ടുള്ള സേവനങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും ഭാഗം. ദിസ് ഇസ് ഓൺലി പാർട്ട് 1. ഐ ആം ടെല്ലിംഗ് യു ദിസ് ഇസ് പാർട്ട് 1. ദർ ഇസ് പാർട്ട് 2 ആൻഡ് പാർട്ട് 3. ഏതൊക്കെ നിലയിൽ പിണറായി വിജയൻ CMRL കമ്പനിയെ സഹായിച്ചിട്ടുണ്ട് എന്ന പാർട്ട് 1 ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദർ ഇസ് പാർട്ട് 2 ആൻഡ് പാർട്ട് 3 പെൻഡിംഗ്. ഇനി അതായത് ഇത് നിശ്ചയിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുകയാണ്, ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഇതെല്ലാം ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചോദിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിന്റെ നിയമസഭയുടെ അന്തസ്സ് തകരുമായിരുന്നു എന്ന് പറഞ്ഞാണ് എനിക്ക് എന്റെ പ്രസംഗിക്കാനുള്ള അവസരം സ്പീക്കർ നിഷേധിച്ചത്. ഇത് സഭ്യമല്ലാത്ത കാര്യങ്ങളാണെന്നും ഇത് പൊതുജന താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നും പറഞ്ഞാണ് സ്പീക്കർ ഈ കാര്യങ്ങൾ പറയുന്നത് നിന്നും നിയമസഭയിലെ നിയമസഭാ സാമാന്യൻ എന്ന എന്റെ അവകാശത്തെ നിഷേധിച്ചത്. നിങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കാൻ തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുജന താല്പര്യമുള്ളതാണോ അല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരള നിയമസഭയുടെ അന്തസ്സിന് ഇടിവുണ്ടാക്കുന്നതാണോ അല്ലേ? ഇങ്ങനെയാണ് പിണറായി വിജയന് വേണ്ടി CPM എന്ന പാർട്ടിയും ഈ സർക്കാരും മന്ത്രിയും സ്പീക്കറും ഒക്കെ ചേർന്ന് ഇവർക്ക് പരിഹരിക്കും. ഞാനിത് പറഞ്ഞത് നിയമസഭയിലായിരുന്നെങ്കിൽ he will be forced to reply. He will be forced to answer. മുഖ്യമന്ത്രി മറുപടി പറയാൻ നിർബന്ധനാവുക. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയത്, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞത് ഈ ഫയലിലെ തീരുമാനം ആറ്റമിക് മിനറൽ കൺസെഷൻ റൂൾസ് അമെന്റ്മെന്റിന് ശേഷം they cannot take it forward എന്ന ഒപ്പീനിയൻ. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ചെയ്യാനുള്ള സാങ്കേതിക ഡിഫിക്കൽറ്റി അങ്ങനെ നിൽക്കണം. ബട്ട് ഈ പുള്ളി ആക്ട് ചെയ്തോ ഇല്ലയോ, പുള്ളി എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ഇൻഡസ്ട്രീസുമായിട്ട് നിൽക്കാം. ടെർമിനേഷൻ നടന്നിട്ടുണ്ട്. ടെർമിനേഷൻ നടന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ നടത്തി ആ ലാൻഡ് സർക്കാർ ഇതുവരെ ഏറ്റെടുത്തില്ല. 2004 മുതൽ ഈ ഇൻഡസ്ട്രീസിലായിട്ട് നിൽക്കുന്ന ഇതുവരെ ഈ ലീസ് ഉപയോഗിച്ചുകൊണ്ട് CMRL എന്ത് തരത്തിലുള്ള ഇല്ല, they could not act on the lease so far. അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള CM ഈ ഫയല് വിളിച്ചെടുക്കുക എന്ന് പറയുന്നത് മിക്ക ഡിപ്പാർട്ട്മെന്റിലേക്കും ചില ഫയലുകൾ എല്ലാ കാലത്തും CM ഓഫീസോ CM വിളിച്ചു വരുത്തി ഇടപെടാറില്ലേ? അതിലെല്ലാം വിളിച്ചു വരുന്നതിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള what is the reason of it he invoked? ഈ 2016 മുതൽ വീണക്ക് പണം കൊടുക്കുന്നത് ഓരോ മാസവും. പക്ഷെ ഇന്ന് വരെ ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടലുള്ള കമ്പനിക്ക് എന്ത് ഗുണമാണ് കിട്ടിയെന്ന് മന്ത്രി പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് അല്ലേ ഇത്? അല്ലെങ്കിൽ എന്റെ കമ്പനിക്ക് പോലും ആ സ്ഥലം ഇപ്പോഴും ഫൈനൽ ഡിസിഷൻ അല്ല. ഇതിന്റെ അകത്ത് ആ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. അതൊരു ഫേവർ അല്ല. അതായത് ആ ലീസ് ക്യാൻസൽ ചെയ്ത് സ്ഥലം നോട്ടിഫൈ ചെയ്ത് അവിടെ തീർന്നു. അത് ചെയ്യാതിരിക്കുന്ന ഒരു ഫേവർ അല്ലെന്ന് തോന്നുന്നു. ലീസ് ക്യാൻസൽ ചെയ്ത് സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ട് ലീസ് നിലവിൽ വന്നിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ആ ലീസ് ക്യാൻസൽ ചെയ്ത സ്ഥലം ഏറ്റെടുക്കാനുള്ള അവസരം വേണ്ടത് വെച്ചുകൊണ്ട് മാത്രമല്ല, ആ ലീസ് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള അറ്റംപ്റ്റ് നടത്തിയത് ഇതുവരെ മനസ്സിലായി. CMRL ഗുണം കിട്ടിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം CM നേരിട്ട് ഇടപെട്ടു എന്നുള്ള കാര്യത്തെ സംശയമുണ്ടോ? What was his interest? The file would have naturally ended. What was his interest? Why the CM invoked for the file? Why he interfered in the file? അതിന് മറുപടി പറയണ്ടേ? അതിൽ എല്ലാ വ്യവസായ വകുപ്പിന് മലിംഗൻ ജോർജിന് എല്ലാം ഇവിടെ എത്രയോ ലീസ് ക്യാൻസൽ ആവുന്നു, എത്ര ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നു, എത്രയോ ലീസ് പുതുതായിട്ട് ഗ്രാന്റ് ചെയ്യുന്നു. Involved in any manner? No. Why this lease alone? What was his interest? അതാണ് അതിന് മറുപടി പറഞ്ഞു. അതെ, മുഖ്യമന്ത്രി ഈ ഒരു ഫയൽ മാത്രമായിട്ടുണ്ടല്ലോ
വേറെ വകുപ്പുകളുടെ വിളിച്ചുകൊണ്ടിട്ടുണ്ടാവും, വേറെ പല കാര്യങ്ങൾക്കും വിളിച്ചുകൊണ്ടിട്ടുണ്ടാവും. അതിലെല്ലാം ഇത്തരത്തിൽ പേഴ്സണൽ ഇൻട്രസ്റ്റും സീനുകളുണ്ട് എന്ന് ഇല്ല, പറഞ്ഞാൽ അതിന് റീസൺസ് കാണും. ഇതിന്റെ റീസൺ പറഞ്ഞാൽ മതി. ഇതിന്റെ ഏജ് ഇവിടെ ഞാൻ പറയുന്നത് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് യു ഹാവ് പെയ്ഡ് ഇമൻസ് മണി. കോടാനുകോടി രൂപ കിട്ടിയത് കൊണ്ടും മകൾക്ക് കോടാനുകോടി രൂപ കിട്ടിയതുകൊണ്ടുമാണ് വിളിച്ചു വരുത്തിയത്. ഞാൻ അതാണ് എന്റെ ആരോപണം. സ്ഥലം ലീസ് സ്ഥലം ഏറ്റെടുക്കാത്തതാണോ ഔട്ട് നൽകിയ ഷെയറുമായിട്ട്? അല്ല, ഒന്ന് സമയത്ത് ഏറ്റെടുക്കാൻ ഇതിപ്പോ ലീസ് റദ്ദാവാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽ വന്ന അമെന്റ്മെന്റ് ആണ്.